ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പാകിസ്ഥാനിൽ നടക്കുന്നത്? അതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യയിൽ തന്നെ മിഷൻ സങ്കല്പ്. എന്താണ് ഛത്തീസ്ഗഡിൽ നടക്കുന്നത്? നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം നമ്മുടെ ഛത്തീസ്ഗഡിൽ നിന്ന് 22ഓളം മാവോയിസ്റ്റുകളെയാണ് നമ്മുടെ സേന ഇല്ലാതാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഏറ്റുമുട്ടലിൽ കഴിഞ്ഞ 2 ആഴ്ചയോളം, കാരണം നമ്മളിവിടെ പഹൽഗാമിലുള്ള ആ ഒരു ഭീകരാക്രമണത്തെയും അതേപോലെ തിരിച്ചടികളും ഇതൊക്കെയാണ് നമ്മളെപ്പോഴും ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ മീഡിയ ആണെങ്കിൽ എല്ലാവരും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് അല്ലെങ്കിൽ 2-3 ദിവസമായിട്ടുള്ള പ്രത്യാക്രമണങ്ങളെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇവിടെ നമ്മുടെ സേനയിലെ ഒരു വിഭാഗം 15,000-ഓളം ഫോഴ്സസ് ആണെന്നാണ് പറയുന്നത് ഈ ഒരു മാവോയിസ്റ്റ് സേനയെ പിടിച്ചു കെട്ടാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം ഒരു സേന കുറേ 2 ആഴ്ചയോളം വർക്ക് ചെയ്തിട്ട് 26 മാവോയിസ്റ്റുകളെയാണ് കൊന്നിട്ടുള്ളത്. പക്ഷേ നിലവിൽ ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം 22 പേരെയും കൂടെ അവർ കൊന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിലൊരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഇവർ കൊന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും കറക്റ്റായിട്ടുള്ള ID തിരിച്ചറിയൽ കാർഡുകൾ ആരും പുറത്തേക്ക് വിടാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏറ്റുമുട്ടലിൽ കൊന്നു എന്ന് പറഞ്ഞ് ആ ഒരു ക്ലോസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇതിനു മുൻപും ഇതേപോലെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിട്ടും ഇത്തരത്തിലുള്ള മാവോയിസ്റ്റ് അറ്റാക്കുകളിൽ കുറേയധികം മാവോയിസ്റ്റുകളെ കൊന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ആ ഫോഴ്സുകളാണ് ഈ ഒരു പേരുകളൊക്കെ നിർദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഈ പേരുകൾ അല്ലെങ്കിൽ ഇത്രയധികം കണക്കുകൾ മാത്രമേ പലപ്പോഴും പുറത്തേക്ക് വിടാറുള്ളൂ. നിലവിൽ പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാവോയിസ്റ്റുകൾ ഇത്തരത്തിലുള്ള വനാതിർത്തികൾ ഛത്തീസ്ഗഡിൽ വന്ന് മാത്രമല്ല, ഇതിപ്പോൾ തെലങ്കാനയോട് ചേർന്ന് നിൽക്കുന്ന ഖരാഗുട്ടെ എന്ന സ്ഥലത്താണ് ഈ ഒരു പ്രത്യാക്രമണം ഉണ്ടായിട്ടുള്ളത്. 22 പേര് മാത്രമേ മരിച്ചിട്ടുള്ളൂ. ഇനിയും അതിൻ്റെ ഇതിലേറെ അല്ലെങ്കിൽ ഈ ഒരു സംഘങ്ങളിൽ കുറേയധികം ആൾക്കാരുണ്ട്. അവർ അവിടെ നിന്ന് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ പ്രത്യാക്രമണങ്ങൾ അല്ലെങ്കിൽ മാവോയിസ്റ്റ് അറ്റാക്കുകളും ഒക്കെ നടക്കുന്നുണ്ടെന്ന്. അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മുടെ ശത്രുക്കൾ എപ്പോഴും വെളിയിലല്ല, അവർ അകത്ത് തന്നെയുണ്ട്, നമ്മുടെ ഇന്ത്യക്കുള്ളിൽ തന്നെയാണ്. അവർ എപ്പോഴും നമ്മുടെ ഇടയിലേക്ക് മതവികാരങ്ങൾ ഉണർത്തിവിടുകയും അല്ലെങ്കിൽ മതസ്പർദ്ധകൾ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇൻറ്റേർണൽ കലഹങ്ങൾ ഉണ്ടാക്കുക, പ്രാദേശികമായിട്ടുള്ള കലഹങ്ങൾ ഉണ്ടാക്കുക, അതിനു വേണ്ടി കോപ്പ് കൂട്ടുന്നവരാണ് ഇങ്ങനെയുള്ള ആളുകൾ. ഇപ്പം മാവോയിസ്റ്റുകളാണെങ്കിൽ എന്താണ് അവർ ചെയ്യുന്നത്? അവരുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, ആ ആശയങ്ങളിലൂടെ അവിടെ വലിയ രീതിയിലുള്ള വിഘടനവാദം സൃഷ്ടിക്കുക. മതപരമായിട്ടാകാം അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ രാഷ്ട്രീയപരമായിട്ടാകാം. ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയപരമായോ മതപരമായിട്ടോ ആക്രമണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചിന്താഗതികൾ ആളുകളിലേക്ക് എത്തിച്ച് ഒരു വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാക്കുക അല്ലെങ്കിൽ കലാപം സൃഷ്ടിക്കുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഈ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്യുന്നതിനോട് പഹൽഗാമിൽ കണ്ട ഒരു ആക്രമണം നമ്മൾ കണ്ടതാണ്. എന്താണ് അവർ ചെയ്തത്? അവർ വന്നതിന് ശേഷം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ വെറുതെ വിടുന്നു, ഹിന്ദുക്കളായിട്ടുള്ള പുരുഷന്മാരെ മാത്രം വേർതിരിച്ച് വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് എന്താണ് പറയുന്നത്? മോദിയോട് പറയൂ എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെന്തിനു ചെയ്തു, എന്താണ് ഇവർ ഈ ഒരു അജണ്ട കൊണ്ട് ഉണ്ടാക്കി വെച്ചത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ മാറ്റി നിർത്തുന്നു, ഹിന്ദുക്കളെ മാത്രം കൊന്നുകളയുന്നു. അപ്പോൾ അവർ ഹിന്ദുക്കളുടെ ഇടയിലേക്ക് കൊടുക്കുന്ന ഒരു ആശയം എന്താണ്? ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ്, അവരെയെല്ലാം ഇനി പാകിസ്ഥാൻ വന്നു കഴിഞ്ഞാലും സംരക്ഷിക്കും, ഹിന്ദുക്കളെ മാത്രമേ കൊന്നുകളയൂ എന്നൊരു ചിന്ത ഇവരുടെ ഇടയിലേക്ക് കൊടുക്കും. ഈ ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടും മതസ്പർദ്ധ ഉണ്ടാക്കാൻ വലിയ രീതിയിൽ ആളുകൾ ശ്രമിക്കും. ഈ സ്ലീപ്പർ സെൽസ് പോലുള്ള ആളുകൾ എപ്പോഴും ഈ ഒരു അജണ്ട പൊക്കി പിടിച്ചുകൊണ്ട് വരും. എന്താണ് ഇതിൻ്റെ പ്രധാന കോർ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. ഈ രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇതിനെ ഒരു ജാതിപരമായിട്ടോ മതപരമായിട്ടോ ഈ സംഘർഷങ്ങളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഭരണഘടനയൊക്കെയുള്ള നമ്മുടെ മഹാരാജ്യത്ത്, നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മതത്തിന്റെ പേരിൽ അടിച്ചു പിരിഞ്ഞ് നശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു കാര്യമില്ല. ഇത് മതത്തിന്റെ പേരിലല്ലോ, ആശയങ്ങളുടെ പേരിലല്ലേ. ഇപ്പോ അല്ല, മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും എന്ത് ആശയം തീവ്രമായി കൊടുക്കുന്നു അത് ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനും ചേരിതിരിവുണ്ടാക്കാനും സംഘർഷങ്ങൾ ഉണ്ടാക്കാനും കലാപങ്ങൾ ഉണ്ടാക്കാനും മാത്രമേ കോപ്പുകൂട്ടാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും. കാരണം പഹൽഗാമിൽ എന്ന പോലെ അവിടെയും ഒരു കലാപത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തൊരു കലാപം സൃഷ്ടിക്കാൻ അവർ തെരഞ്ഞെടുത്തത് അവിടുത്തെ ഒരു നാട്ടുകാരനെ തന്നെയാണ്. ഇപ്പോൾ ഛത്തീസ്ഗഡിലാണെങ്കിലും മിക്ക സ്ഥലങ്ങളിലും ഈ ഒരു മാവോയിസ്റ്റുകളുടെ താവളങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, അവർക്ക് കൃത്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്, പുറത്തുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതിപ്പോൾ നമ്മുടെ
സേനകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം കുറേ അധികം ഉൾക്കാടുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു അറ്റാക്കിലേക്ക് ഇവർക്ക് പോകാൻ പറ്റില്ല. കാരണം അത് ഈ മാവോയി ആണെങ്കിൽ തന്നെ ഇവർക്ക് നല്ല രീതിയിലുള്ള ആയുധ പരിശീലനങ്ങളുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് ഇവർ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഒരു സ്ത്രീയെ ഇവർ വധിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നിരവധി സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള ആയുധ പരിശീലനങ്ങളൊക്കെ നേടിയെടുക്കുന്ന ആൾക്കാർ. ഇന്ന് ഇവരുടെ സേനയിലേക്കുള്ള ഇപ്പോൾ ഒരു 26 പേര് അല്ലെങ്കിൽ 22 പേര് ഇവരെ കൊന്നിട്ടുണ്ട് എന്ന് നമ്മുടെ സേനകൾ പറയുകയാണെങ്കിൽ തന്നെ, പോലീസ് ഓഫീസേഴ്സ് പറയുകയാണെങ്കിൽ തന്നെ, ഇതിൻ്റെ എക്സ്ട്രാ ആയിട്ട് കുറേയധികം ആൾക്കാർ നിരവധി ആയുധ പരിശീലനങ്ങളിലൂടെയും ഈ സേനയിലേക്ക് വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യാവസ്ഥ. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഇവർക്ക് ഈ പുറത്തുനിന്നുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ഒരു മിഷൻ സങ്കല്പ് ഇതിപ്പോൾ രൂപീകരിച്ചിട്ട് കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് ഈ ഓപ്പറേഷൻ ഇങ്ങനെ രൂപീകരിച്ചു. അതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ 2 ആഴ്ചയോളം ഇവർ 15,000-ഓളം പോലീസ് അല്ലെങ്കിൽ ഫോഴ്സസ് ആണ് ഈ ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് അവിടെ അവിടെ സന്നദ്ധമായിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അതിനുശേഷം അറിയാൻ സാധിക്കുന്നത് ഇവർ ആ സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇവർക്ക് വളരെ താമസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇവർക്ക് അവിടെ ഇവരുടേതായിട്ടുള്ള ആശയങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ആ ഒരു ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരിലേക്ക്, അങ്ങനെയുള്ള ഇവർക്ക് താമസിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഒരു 500 പേരുണ്ട് എങ്കിൽ ഛത്തീസ്ഗഡിൽ നിന്നും കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഉൾക്കാടുകളിലൊക്കെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മാവോയിസ്റ്റുകളുടെ കൃത്യമായിട്ടുള്ള സാന്നിധ്യം ഉണ്ട് എന്നാണ്. അതെ, ഇത് ഛത്തീസ്ഗഡിൽ മാത്രമല്ല, നമ്മുടെ ചുറ്റിലും നമ്മുടെ എല്ലാ ഇടങ്ങളിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയും പാകിസ്ഥാനിലുള്ള സ്ലീപ്പർ സെൽസ് കേരളത്തിലുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് എന്ന്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മൾ കണ്ടതാണ് പാകിസ്ഥാനിലെ ആ തീവ്രവാദി ഇവിടെ വന്ന് പഠിച്ചിട്ട് പോകുന്നു. ആദ്യമേ ബാംഗ്ലൂർ വന്ന് പഠിക്കുന്നു, അതിനുശേഷം കേരളത്തിൽ വന്നിട്ട് പഠിച്ചിട്ട് പോകുമ്പോൾ കൃത്യമായിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ പരിസ്ഥിതികളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി ഇതെല്ലാം പഠിച്ചിട്ടായിരിക്കും പോകുന്നത്. അതെ, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അങ്ങനെയുള്ള സ്ലീപ്പർ സെൽസ് ഒരുപാട് പേര് ഇവിടെ കാണാം. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഒരു രീതിയിലുള്ള കലാപാഹ്വാനങ്ങൾക്ക് നമ്മൾ മുതിരരുത് എന്നാണ് പ്രധാനപ്പെട്ട കാരണം ഇത് മുതലെടുക്കാൻ വേണ്ടി ഒരുപാട് പേർ നമ്മുടെ ചുറ്റിനും ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇവരെ നമ്മൾ എപ്പോഴും 2 കണ്ണുകളോടും കാതുകളോടും നമ്മൾ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരിക്കണം. കാരണം ഈ ഒരു സമയമാണ് ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധം പ്രഖ്യാപിക്കാൻ പോകുന്ന രീതിയിലേക്കുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശിക രംഗങ്ങളിൽ കലാപങ്ങൾ ആഹ്വാനം ചെയ്യാനുള്ള പല രീതിയിലുള്ള ആളുകളും ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയാണെങ്കിലും ഒരു രീതിയിലുള്ള കലാപങ്ങൾക്ക് ഒരു സ്പേസ് നമ്മൾ കൊടുക്കാൻ പാടില്ല. നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കണം. നമ്മുടെ ചുറ്റിനുമുള്ളവർ എന്തെങ്കിലും തരത്തിലുള്ള മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സംഘർഷങ്ങൾ കലാപങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലോ എങ്ങും എത്തിപ്പെടാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം.